അപ്പൊ മഹാബലി മഹാബലി നിങ്ങൾ ടീം അങ്ങ് ജയിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് പണി കൊടുക്കണമല്ലോ. പണി കൊടുത്ത് ഒരു വഴിയാക്കി. അപ്പൊ ആർദ്ര ഒരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് കാണിക്കോ? തീർച്ചയായിട്ടും. ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഒരു കുറച്ച് റെഡി. ഓക്കെ. Ladies and gentlemen, let's listen to the beat. 3, 2, 1, and go, yo! Yo! തൊണ്ടയിൽ സ്വന്തമായിട്ട് ഓർക്കസ്ട്രയുമായിട്ട് നടക്കുന്ന വളരെ നന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. വെരി നൈസ്. ഋതം വായിക്കണ ആള് വന്നില്ലേ കൊച്ചിനെ വിളിച്ചോണ്ട് അല്ലേ? അടിപൊളി അടിപൊളി. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു ഇത് ചെയ്യാവോ? പുള്ളിമുരുകൻ ചേട്ടാ. ഭയങ്കര മോശമായി പോകും. പിന്നെ ലുക്കുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ആരും കരയരുത്. ദൈവം ക്ഷേത്രം വിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു. ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഗംഭീരമായി, സൂപ്പർ, അടിപൊളി. കാരണം ഒരു മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഓരോ സംഭവങ്ങളുണ്ട്, അതിനൊക്കെ അപ്പുറത്തായി പോയി. സാധാരണ ഇതെല്ലാം ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്ത് കാണുന്നത്. പക്ഷെ ഇതൊരു പുള്ളിക്കാരത്തി ഒരു ആണിന്റെ പോലെയുള്ളൊരു ശരീരപ്രകൃതം, തലയെടുപ്പ്, വണ്ണം, പൊക്കം കണ്ടോ? ആക്ച്വലി പിന്നെ മ്യൂസിക് അറിയാം. ഇതിന് പ്രത്യേകിച്ച് സരിഗമയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് താളബോധം മതി. താളബോധം അല്ല, മെയിനായിട്ട് ഒരു മനുഷ്യന് വേണ്ട, ഒരു ആക്ടർ ആണെങ്കിലും ഒരു ആക്ട്രസ് ആണെങ്കിലും വേണ്ട റിതം സെൻസ് ആണ്. ഇപ്പൊ ഒരു ഫൈറ്റ് ആണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, മൂക്കിന്റെ അടുത്തൂടെ പോകാവും. പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ബാലൻ കെ നായർ സാറിന് മുമ്പ് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഈ ടൈമിംഗ് ഉണ്ടല്ലോ, അതായത് റിതം, ആ റിതം സെൻസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എല്ലാവരും 1 2 3 4 ആണല്ലോ. ഡാൻസിനാണേലും 1 2 3 4 ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പോയി ഇടിക്കും, അയാൾ ഇങ്ങനെ ഇത് പോവല്ലോ. ഇതില്ലാതെ വരുമ്പോഴാണ് ഈ പണ്ട് പാവം മരിച്ചുപോയ KPSC സണ്ണി ചേട്ടനൊക്കെ ഉണ്ടല്ലോ,
എൻ്റെ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ്റെ സുഹൃത്തായിരുന്നു. ചില ദിവസം വൈകുന്നേരം വരുമ്പോൾ ഇവിടെ ഒക്കെ വീങ്ങി. ആ അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം ഇന്നൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ഇന്നാരാണെന്ന് പറയും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ കറക്റ്റ് ടൈമിംഗ് ഇല്ല. അപ്പോൾ ഇടി കറക്റ്റായിട്ട് മോന്തയ്ക്കുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ആർദ്രയ്ക്ക്. കാരണം ടൈമിങ് വെരി ഗുഡ്. ഒന്ന് പിന്നെ അതുപോലെ തന്നെ യു ക്യാൻ ഡു മ്യൂസിക് ആൾസോ. എന്താ കുഴപ്പം? ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുലിമുരുകന്റെ ആ മ്യൂസിക് പോലും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു, അല്ലേ? ഭാവന ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഒരു ചാൻസ് കൊടുക്കും മ്യൂസിക്കിന്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തൂടെ? പിന്നെ ഞാൻ പറയായിരുന്നു ഓൾറെഡി ഈ പെൺകുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്റെ ഫ്രണ്ട് സായനോര ഒരു മ്യൂസിക് ഡയറക്ടറായി. അപ്പൊ എന്തായാലും ഗംഭീരമായിരുന്നു. വീഡിയോയില് തകർത്തു കേട്ടോ. കാരണം അതായത് എന്തൊക്കെയായിരുന്നു ചെയ്ത്? പുലിമുരുകൻ, പിന്നെ ബാഹുബലി, അല്ലേ? അതെ.